മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. ബാല്യത്തിൻ്റെ ഗൃഹാതുരത്വമൂറുന്ന ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഈ മധുര ഗാനം പാടിയത് കൊച്ചിക്കാരനായ സിയോ ആൻഡോ എന്ന ഗായകനായിരുന്നു. ആൻഡോ എന്ന ഗായകനെ മലയാള സംഗീത ലോകത്ത് അടയാളപ്പെടുത്തിയ ഗാനം. സിയോ ആൻഡോയുടെ കഷ്ടപ്പാട് നിറഞ്ഞ ബാല്യകാലത്തെക്കുറിച്ച് പ്രശസ്ത ഗ്രന്ഥകാരനായ TP ശാസ്തമംഗലത്തിൻ്റെ ആലാപന സ്മൃതി എന്ന പുസ്തകത്തിലെ ഉള്ളുവിങ്ങുന്ന ചിരി എന്ന ലേഖനത്തിൽ വിവരിച്ചിട്ടുണ്ട്. എറണാകുളം മേനക തിയേറ്ററിൽ സിനിമ കാണാൻ പോയിട്ടുള്ള പഴയ തലമുറയിൽപ്പെട്ട പലരും ഇദ്ദേഹത്തെ ഓർക്കുന്നുണ്ടാവും. തിയേറ്ററിൽ കപ്പലണ്ടിയും പാട്ടുപുസ്തകവും വിറ്റ് നടന്നുകൊണ്ടായിരുന്നു ആ കൊച്ചു പയ്യൻ കുടുംബം പോറ്റിയിരുന്നത്. അപ്പോഴും മനസ്സ് നിറയെ സംഗീതമായിരുന്നു. പാട്ടുപുസ്തക വിൽപ്പന കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ ഒരു മൂലയിലിരുന്ന് സിനിമയിലെ നായകന്മാർക്കൊപ്പം പാട്ടുപാടലായിരുന്നു കുഞ്ഞാൻഡോയുടെ ഇഷ്ടവിനോദം. ഏകലവ്യനെ പോലെ സംഗീതം ഗുരുമുഖത്തു നിന്നൊന്നും അഭ്യസിക്കാൻ കഴിയാതെ തിയേറ്ററുകളിലിരുന്ന് നിരന്തരം പാടിക്കൊണ്ട് തന്നിലെ ഗായകനെ വാർത്തെടുത്തു ഈ കലാകാരൻ. പാട്ടുപാടുന്ന ആൻഡോയുടെ പ്രശസ്തി നാട്ടിലെങ്ങും പരന്നു. അങ്ങനെയാണ് ഏരൂർ വാസുദേവൻ എന്ന നാടക കലാകാരൻ ആൻഡോയെ തേടിയെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല എന്ന നാടകത്തിലൂടെ ആൻഡോ ഒരേ സമയം ഗായകനും നടനുമായി അരങ്ങിലെത്തി. ഇതിനിടയിൽ സിനിമയിൽ പാട്ടുപാടാൻ അവസരം ഒത്തുവന്നെങ്കിലും ചിത്രം റിലീസാകാതെ പോയത് ആൻഡോയുടെ സംഗീത ജീവിതത്തിന് തിരിച്ചടിയായി. വീണ്ടും നാടകരംഗത്തെത്തിയ ആൻഡോയ്ക്ക് അനുഗ്രഹമായത് ഡോക്ടർ എന്ന നാടകമായിരുന്നു. ഇതിൽ ആൻഡോ പാടിയ ഗാനങ്ങൾ കേരളം ഏറ്റുപാടി. ഇതേ സമയത്ത് തന്നെയാണ് ആൻഡോയുടെ മാസ്റ്റർ പീസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ജനനീ ജന്മഭൂമി എന്ന നാടകത്തിലെ മധുരിക്കും ഓർമ്മകളെ വമ്പിച്ച ജനപ്രീതി നേടിയെടുക്കുന്നത്. ഡോക്ടർ എന്ന നാടകത്തിലൂടെ ആൻഡോയുടെ സംഗീത ജീവിതത്തിന് താരും തളിരും നൽകിയ ദേവരാജൻ മാസ്റ്റർ തന്നെയാണ് സിനിമയിലും ഈ ഗായകന് ഒരു പുതിയ വഴി തുറന്നുകൊടുത്തത്. കുഞ്ചാക്കോയുടെ കടലമ്മ എന്ന ചിത്രത്തിലെ കടത്തുകാരിപ്പെണ്ണേ നിന്റെ അടുത്തിരുന്നോട്ടെ എന്ന ഗാനം ആൻഡോ പാടിയെങ്കിലും ആകാശവാണി അശ്ലീലം ആരോപിച്ച് ഈ പാട്ട് നിരോധിച്ചതോടെ സിനിമാ സംഗീത രംഗത്ത് വീണ്ടും ഒരു ദൗർഭാഗ്യം ഈ ഗായകന് നേരിടേണ്ടി വന്നു. പക്ഷേ സർഗപ്രതിഭയെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കുടുംബിനി എന്ന ചിത്രത്തിൽ ആൻഡോ പാടിയ വീടിനു പൊന്മണി വിളക്കു നീ തറവാടിനു നിധി നീ കുടുംബിനി എന്ന ഗാനം വമ്പിച്ച ജനപ്രീതി നേടിയെടുത്തു. അതോടെ ചലച്ചിത്ര സംഗീത രംഗത്ത് ഉറച്ചു നിൽക്കാനുള്ള ആത്മവിശ്വാസവും അദ്ദേഹത്തിന് കൈവന്നു. കുടുംബിനിക്ക് ശേഷം ഒട്ടേറെ ചിത്രങ്ങളിൽ പാടുവാനുള്ള അവസരം ആൻഡോയെ തേടിയെത്തി. കുന്നത്തൊരു കാവുണ്ട്, അസുരവിത്ത് എന്ന സിനിമയിലെ ഗാനം, പണമൊരു ബല്ലാത്ത പണ്ടാരക്കാലൻ, ലക്ഷപ്രഭു എന്ന സിനിമ, ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു, മൂലധനം, വിളക്കെവിടെ വിജനതീരമേ, റെസ്റ്റ് ഹൗസ്, പാപ്പി അപ്പച്ച, മയിലാടുംകുന്ന്, അയ്യടി മനമേ, കടുവ കള്ളക്കടുവ, കാക്കയും കാക്കയുടെ കുഞ്ഞും, കാക്കക്കറുമ്പികളെ, ധീംതക്ക കൊടുമല ഗണപതി, നീ ഒരു രാജാവ് ഞാനൊരു ഞഞ്ഞാ പിഞ്ഞാ മന്ത്രി തുടങ്ങി 155ഓളം ചലച്ചിത്ര ഗാനങ്ങൾ ആൻഡോ പാടിയിട്ടുണ്ട്. ഒരു കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയിരുന്ന എല്ലാ ഹാസ്യഗാനങ്ങളും പാടിയിരുന്നത് ആൻഡോ മാത്രമായിരുന്നു. സുരഭിയാമങ്ങൾ, ഓടയിൽ നിന്ന്, കുറ്റവാളി എന്നീ ചിത്രങ്ങളിൽ ഈ ഗായകൻ അഭിനയിച്ചിട്ടുമുണ്ട്. ഗായകനായ ആൻഡോയ്ക്ക് വേണ്ടി മറ്റു ചില ഗായകർ പിന്നണി പാടിയ കൗതുകവും ഈ ഗായകന് സ്വന്തം. കുറ്റവാളി എന്ന ചിത്രത്തിലെ ജനിച്ചുപോയി മനുഷ്യനായി ഞാൻ എന്ന പ്രശസ്ത ഗാനം യേശുദാസ് പാടിയത് ആ രംഗത്ത് അഭിനയിച്ച ആൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലും ആൻഡോയ്ക്ക് വേണ്ടി മറ്റൊരു ഗായകൻ പിന്നണി പാടി, മെഹബൂബ. കൊല്ലം വണ്ടിക്ക് കുഞ്ഞാണ്ടിക്കൊരു കോളു കിട്ടി എന്ന പാട്ടിൽ
ഒട്ടേറെ നാടകങ്ങളിലും ചലച്ചിത്രങ്ങളിലും പാടി പേരും പ്രശസ്തിയും എല്ലാം സമ്പാദിച്ചുവെങ്കിലും വേണ്ടത്ര അംഗീകാരങ്ങളോ സാമ്പത്തിക ഭദ്രതയോ ഒന്നും നേടാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ വേദന ഉള്ളിലൊതുക്കിക്കൊണ്ട് അദ്ദേഹം നിറഞ്ഞ സദസ്സുകളെ നോക്കി നിരന്തരം പാടി. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ. 2001 ഫെബ്രുവരി 24 മധുരിക്കുന്ന കുറേ ഓർമ്മകൾ ബാക്കിയാക്കിക്കൊണ്ട് ഈ ഗായകൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. തയ്യാറാക്കിയത് സതീഷ് കുമാർ, വിശാഖപട്ടണം. അവതരിപ്പിച്ചത് ജലജ പ്രസാദ്.